ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലുള്ള ഡ്രാഗൺ ചെടിക്ക് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ നല്ല രീതിയിൽ വളം കൊടുത്താൽ മാത്രമാണ് അതിൽ നന്നായി പൂവും കായും ഒക്കെ ഇതിൻ്റെ സീസണിൽ ഉണ്ടായി വരികയുള്ളൂ. ഇങ്ങനെ നന്നായി പൂക്കാനും കായ്ക്കാനും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഡ്രാഗൺ ചെടിക്ക് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇതുവരെ നിങ്ങളുടെ ഡ്രാഗൺ ചെടിക്ക് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വളങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ നിങ്ങളുടെ ഡ്രാഗൺ ചെടിയിലും നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ വളങ്ങളൊക്കെ ഏപ്രിൽ മാസത്തിൽ ഇട്ട് കൊടുത്തത് കൊണ്ടാവണം ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ ഈ തണ്ടിൽ നിന്ന് ചുവട്ടിൽ നിന്ന് വരുന്ന ആ തണ്ടിൽ പോലും മൊട്ടുകളുണ്ടായി വരുന്നുണ്ട്. ഞാനിവിടെ ഡ്രാഗൺ ചെടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കോഴിക്കാഷ്ടമാണ് കേട്ടോ. നന്നായി ചൂട് കളഞ്ഞ് ഉണങ്ങിപ്പൊടിഞ്ഞിട്ടുള്ള കോഴിക്കാഷ്ടം വേണം നമ്മൾ എടുക്കാനായിട്ട്. ഡ്രാഗൺ ചെടി പൂക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചാണകപ്പൊടിയേക്കാളും കൊടുക്കാൻ എന്തുകൊണ്ടും നല്ലത് കോഴിക്കാഷ്ടമാണ് കേട്ടോ. ഇത് നിറച്ച് കായ്ക്കാനും പൂക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളമാണ്. മറ്റൊരു വളം കൊടുത്തില്ലെങ്കിലും നമുക്ക് ഈ ഒരു വളം ഇട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ ചെടി നല്ല രീതിയിൽ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടി നമുക്ക് ഒരു കൈപ്പിടി എല്ലുപൊടി കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഏതൊരു ജൈവവളം കൊടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ഒപ്പം ഒരു കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർക്കുന്നത് നമ്മുടെ മണ്ണിലൊക്കെയുള്ള കീടങ്ങളെ പ്രതിരോധിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കൂടി നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഡ്രാഗൺ പ്ലാന്റിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് നമ്മുടെ ചാരമൊക്കെ, വിറകടുപ്പിലെ ചാരം. ഇത് നമുക്ക് സാധാരണയായിട്ട് ഡ്രാഗൺ പ്ലാന്റിന് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. മഴക്കാലത്തല്ലെങ്കിൽ കൂടി നമുക്ക് നന്നായി നനച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചാരം ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു അരച്ചിരട്ട ചാരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചാരമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ മുട്ടത്തോടൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം നന്നായി കഴുകി ഉണക്കി പൊടിച്ചെടുത്താൽ നമ്മുടെ ചെടികൾക്കും റോസിനൊക്കെ പോലെയുള്ള ചെടികൾക്കൊക്കെ ഇത് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നന്നായി പൂക്കളൊക്കെ ഉണ്ടാവാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗൺ ചെടിക്ക് നമുക്ക് നന്നായി ഉണങ്ങി പൊടിച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മുട്ടത്തോട് പൊടിച്ചെടുത്തിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല കായ്പിടുത്തം ഉണ്ടാവാനൊക്കെ സഹായിക്കും കേട്ടോ. ഒരു 3-4 സ്പൂൺ മുട്ടത്തോട് പൊടിച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാരണ പൂക്കുന്ന സമയം അല്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പൂക്കുന്ന സമയത്ത് നമുക്ക് കോഴിവെള്ളം കൊടുക്കുന്നതാണ് കൂടുതലായിട്ട് കായ്കളൊക്കെ ഉണ്ടാവാൻ സഹായിക്കുന്നത് കേട്ടോ. ഇത് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ ചെടികളുടെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഏപ്രിൽ മാസത്തിലൊക്കെ, ഏപ്രിൽ മാസം ആദ്യം മുതൽ, മാർച്ച് ഏപ്രിൽ മാസം ആദ്യം മുതലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി നനച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതിലേക്ക് ഒരു മഴയൊക്കെ വന്നു കഴിയുമ്പോൾ, പെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്രാഗൺ പ്ലാന്റിൽ നിറയെ മുട്ടുകളൊക്കെ ആയി തുടങ്ങും കേട്ടോ. ഇനി ഈ വളം നമുക്ക് നമ്മുടെ ഡ്രാഗൺ ചെടിയുടെ ചൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ തണ്ടുകളിൽ മുട്ടാതെ നമുക്ക് സൈഡിലേക്ക് നീക്കി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ നല്ല രീതിയിൽ വേനൽ മഴ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ വളങ്ങളൊക്കെ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ചെടിക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാവുന്ന വിധത്തിലാവും കേട്ടോ.
പ്രത്യേകിച്ചൊരു നന കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് മൂടി കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതാ മണ്ണിലേക്ക് അങ്ങനെ ഇറങ്ങിപ്പോയിക്കോളും. ഞാൻ ഈ വളം ഇട്ട് കൊടുത്തത് കൊണ്ടാവണം എൻ്റെ കയ്യിലുള്ള എല്ലാ ഡ്രാഗൺ പ്ലാന്റ്സും നിറയെ മുട്ടും പൂവൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു തണ്ടിൽ കണ്ടോ, ഒരുപാട് മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല ചുവപ്പ് നിറത്തിലൊക്കെ വരുന്ന മുട്ടുകൾ, അത് ചിലതൊക്കെ കൊഴിഞ്ഞു പോയെങ്കിലും പിന്നീട് അത് നന്നായിട്ട് കായ് വന്നോളൂ കേട്ടോ. ഓരോ മുള്ളിൻ്റെ ഇടയിൽ നിന്നും, ഈ മുള്ളിൽ നിന്നുമാണ് കേട്ടോ അതിൻ്റെ മുട്ടുകളൊക്കെ വരുന്നത്. നമ്മൾ പുതുതായി നട്ടിട്ടുള്ള ഒരു ഡ്രാഗൺ ചെടിയായിരുന്നു കേട്ടോ അത് ഇത്ര വളർന്നെത്തിയപ്പോഴേക്കും ഇതിൽ കണ്ടോ, ഈ കെട്ടിക്കൊടുക്കുന്ന ഈ തണ്ടിൽ തന്നെയാണ് കേട്ടോ ഈ 2 മുട്ടുകൾ വന്നിട്ടുള്ളത്. നട്ട് അധികമൊന്നും ആവാത്ത ഈ ചെടിയിൽ പോലും 3-4 മുട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഡ്രാഗൺ പ്ലാന്റിന് ഇതുവരെ വളമൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് വളം ചെയ്ത് നോക്കിട്ടോ. ഉറപ്പായിട്ടും നിങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല രീതിയിൽ തന്നെ കായ്ച്ചിരിക്കും. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.